കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലോണാപ്പ് നടത്തിപ്പുകാർക്കായി കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ്. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റാരോപിതരായ അധ്യാപകരെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് KPMS കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെ നിതിൻ രാജിന്റെ കുടുംബം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ കാണും. നിതിൻ രാജിനെ മരണത്തിലേക്ക് നയിക്കാൻ കാരണക്കാരെന്നും പോലീസ് സംശയിക്കുന്ന ലോൺ ആപ്പിലെ 3 ജീവനക്കാരാണ് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പിലെ ടെലി മാർക്കറ്റിംഗ് ജീവനക്കാരായ UP ഖാസിയാബാദ് സ്വദേശികളായ ഋഷികേശ്, പ്രശാന്ത് കേവൽ, ഹരിയാന സ്വദേശിയായ പ്രകാശ് ജയ് എന്നിവരെയാണ് നോയിഡയിൽ നിന്ന് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ആരോപിതരായ അധ്യാപകർ MK റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും സംസ്ഥാനം വിട്ടുവെന്നാണ് വിവരം. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഈ 22-നാണ് തലശ്ശേരി കോടതി പരിഗണിക്കുക. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ കേരള പുലയ മഹാസഭ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നാരോപിച്ച നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് കണ്ട് ആശങ്ക അറിയിക്കും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.